എന്ന ഒരാശയക്കുഴപ്പം അവിടെ നിലനിൽക്കുകയാണ്. ഓക്കെ, ബിനുകുമാർ എന്നോടൊപ്പം ചേരുന്നു ചടയമംഗലത്ത് നിന്ന്. ബിനുകുമാർ, ഹലോ. രാഷ്ട്രീയ വ്യാജ പ്രചാരണത്തിന്റെ ഒരു കേന്ദ്രമായി സമൂഹ മാധ്യമങ്ങൾ അതപ്പതിക്കുന്നുണ്ടോ? തീർച്ചയായും സാറേ, അതിന് നമുക്ക് ഏകദേശം നമ്മളിപ്പം അതിനെ കുറ്റം പറയുന്ന രീതിയിലാണെങ്കിലും ഒരു 10% വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സൈബർ വർക്കർമാർ ചെയ്യുന്നുണ്ട്. അതൊരു പരിധി വരെ ചില മനുഷ്യരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പണ്ടൊരു അടി കൊടുക്കുന്നതിന് വരെ ഇപ്പൊ സൈബർ ആക്രമണവും സൈബർ ബുള്ളിങ്ങുമാണ് ഒരു വഴിയായിട്ട് പലരും കണ്ടെത്തുന്നത് അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ നമുക്കിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കൊരു വാചകം കിട്ടിയിട്ടുണ്ട് സാറേ, കേരളത്തിലെ രാഷ്ട്രീയത്തില് വിസ്മയം സതീശന്റെ സംഭാവനയാണ്. അതെ അതെ, വിസ്മയം. അദ്ദേഹത്തിന് ഇപ്പം ഐഷാപ്പൂറ്റി വന്നപ്പോൾ അതൊരു വിസ്മയം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അടുത്ത ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് പോകുമ്പോൾ ഒരു വിസ്മയം. പക്ഷെ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു വിസ്മയമുണ്ട്. അത് ഒരാൾ തോന്നയിലല്ല, ഓരോ സ്റ്റേറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിസ്മയത്തിലാണ് ദേശീയ അധ്യക്ഷനായ നമ്മുടെ രാഹുൽ ഗാന്ധി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അഖിലേന്ത്യാ തലത്തിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ വിസ്മയം തന്നെയാണ്. മൊത്തത്തിൽ വിസ്മയമാണ് സൈബർ ഇടത്ത്. അപ്പൊ അവര് ഇതൊക്കെ പലതും പറയുന്നു, ചിലതൊക്കെ സത്യമാണെന്നാണ് താങ്കൾ പറയുന്നത്, അങ്ങനെയാണോ? സാറേ, അതുപോലെ തന്നെ ഈ സൈബർ ഇടങ്ങളിലെ ഈ കള്ളത്തരങ്ങളൊക്കെ ചെറിയ പാർട്ടികൾക്ക് ഗുണം ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. കാരണം ഇന്നലെ വരെ BJPക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിലേക്ക് അവർ കയറി ചെന്ന് അവരൊരു 15% മുതൽ 20% വരെ കഴിഞ്ഞ ഇലക്ഷനിൽ അവർ സ്വാധീനം ഉണ്ടാക്കിയപ്പോൾ ഈ ചെറിയ പാർട്ടികൾ ഈ രണ്ട് മുന്നണിയിലായിട്ടുണ്ട്. ചില പാർട്ടികൾക്ക് 0.9% വന്ന പാർട്ടികൾക്ക് പോലും ഒരു MLA 2 MLA ഒരു മന്ത്രിയൊക്കെ കൊടുത്ത ചരിത്രമുണ്ട്. അവിടെ 20% ഉള്ള BJPക്ക് ഇവിടെ MLA ഇല്ലെന്നുള്ളൊരു അവസ്ഥയിൽ ഈ ചെറു പാർട്ടികൾക്ക് സീറ്റ് കിട്ടാതെ വരുന്ന സാർ നോക്കിയോ, പലരും BJPയിലേക്ക് വരും. ചില ആൾക്കാർ ഇടതുപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിൽ പോവും. അത് സീറ്റിംഗിന്റെ ഒരു വീതം വെപ്പ് ആവുമ്പോൾ സാറിന് മനസ്സിലാവും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ കക്കറാട്ട് എന്നോടൊപ്പം ചേരുന്നു. ഹായ് ബ്രോ എന്ന് പറഞ്ഞ് കൈ കാണിക്കുന്നുണ്ട്. ഹായ് കക്കറാട്ട്. അപ്പോൾ കക്കറാട്ടിനെ പക്ഷേ കുറേ ദിവസമായിട്ട് കണ്ടില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാത്തത്. ഇപ്പോൾ എവിടെയാണ്, തിരക്കിലായിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചന്ദ്രബാബു എന്നോടൊപ്പം കായംകുളത്തുനിന്ന് ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രബാബു കേൾക്കാമോ? ശ്രീ ചന്ദ്രബാബു സമൂഹ മാധ്യമങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്ന ആളാണോ? അതെ അതെ അതെ. എന്ത് തോന്നുന്നു ഇത് കാണുമ്പോൾ? പലതരം രാഷ്ട്രീയ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഒരു ജനത്തെ സ്വാധീനിക്കാനുള്ള ഒരു സംവിധാനമായി മാറുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഭയക്കേണ്ട ഒരു സാഹചര്യമാണോ? ഒരു ചെറിയ പരിധി വരെ അതിന് സാധ്യത കാണുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതിനൊക്കെ ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കാൻ ചെറുതായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടും ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു കാര്യമല്ല. കാരണം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ തൊട്ട് കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ നാട്ടിലുണ്ടായ വികസനങ്ങൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും വിലയിരുത്തുന്ന ഒരു പോളിംഗ് ബൂത്തിൽ എത്തുക എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ശ്രീ ചന്ദ്രബാബുവിനുള്ളത് അല്ലേ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ്. പക്ഷെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ അങ്ങനെ ഉണ്ടായില്ല അല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനുപരിയായിട്ട് ആൾക്കാർ പല വ്യക്തിബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ശരി, ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി, അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ വിജയൻ എന്നോട് കറുകച്ചാലിൽ നിന്ന് ചേരുന്നു. ശ്രീ വിജയൻ കേൾക്കാമോ? കേൾക്കാം. ശ്രീ വിജയൻ, എന്ത് തോന്നുന്നു ഈ അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പണ്ട് ആളുകളെ കാണുന്നു, നേരിട്ട് സംവദിക്കുന്നു, പൊതുയോഗങ്ങൾ ഉണ്ടാകുന്നു, അവിടെ രാഷ്ട്രീയ പ്രചരണ ഘോഷയാത്രകൾ ഉണ്ടാകുന്നു, നയപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ വിശദീകരണ യോഗങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഇന്നയാൾ സ്ഥാനാർത്ഥിയാകും, ഇന്നയാൾ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വിടുമ്പോൾ ജനങ്ങൾ അതൊക്കെ കണ്ട് വശംവദരാകുന്നുണ്ടോ ശ്രീ വിജയൻ? സാറേ, അതിനകത്തൊരു കാര്യമുള്ളതെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മളിവിടെ ഈ സാമൂഹ്യ മാധ്യമത്തിലും വാർത്തയിലും ഒക്കെ വരുന്ന കാര്യങ്ങള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സ്വാധീനിക്കാനും വേണ്ടി ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ നടക്കുന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ പത്രത്തിലും TV-യിലും ഒക്കെ വരുന്ന വാർത്ത, നമ്മുടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി UDF-ലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവര് മുന്നണി മാറുന്നു എന്നും പത്രത്തിൽ കൂടെയും TV കൂടെയൊക്കെ നിരന്തരം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് വാർത്ത
സമ്മേളനം നടത്തി. ഇന്നലെയും അതിന്റെ ചെയർമാൻ അത് വിശദീകരിച്ചു. എന്നിട്ടും വീണ്ടും ഇന്നത്തെ പത്രത്തിലും അത് തന്നെ കിടക്കുന്നു. അപ്പൊ ഇത് ജനങ്ങളെ സ്വാധീനിക്കാനായിട്ടുള്ള ഒരു തന്ത്രമാണ്. അല്ലാതെ ആളുകൾ അങ്ങനെ പാർട്ടി മാറില്ലെന്നാണ് താങ്കളുടെ കരുതൽ അല്ലേ? പാർട്ടി മാറുമോ മാറാത്ത രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് തീർച്ചയായിട്ടും ജനങ്ങളെ വഞ്ചിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വേണ്ടി ഒരു വാർത്തയാണ് ഈ വരുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെ നടക്കുന്നു. ഇപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.